നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിലുള്ള അജ്മൽ പെർഫ്യൂം കളക്ഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 7 പെർഫ്യൂംസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു 7 പെർഫ്യൂംസിനെ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഒന്ന് റേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി ഒരു പെർഫ്യൂമും കൂടെ അജ്മലിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ദീവ എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഓർമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. അപ്പോൾ ഈ 7 പെർഫ്യൂംസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് അജ്മൽ എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി എനിക്കുള്ളൊരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു 7 പെർഫ്യൂംസ് ട്രൈ ചെയ്തതിൽ നിന്നും എനിക്ക് അജ്മൽ എന്ന് പറയുന്ന ബ്രാൻഡിനെ മനസ്സിലാക്കാൻ സാധിച്ചത് വേണമെന്ന് വെച്ചാൽ നല്ല അടിപൊളി പെർഫ്യൂംസ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ബ്രാൻഡാണ്. ഇനി വേണ്ടാന്ന് വെച്ചാൽ നല്ല കച്ചറയായിട്ടുള്ള ചവറായിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ടാക്കാനും അവർക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ് അജ്മൽ എന്ന ബ്രാൻഡിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ചില പെർഫ്യൂംസ് ചില ബ്രാൻഡിൽ നിന്നുള്ളത് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാവ് ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നി നമുക്ക് ഏത് പെർഫ്യൂം ആ ബ്രാൻഡിൽ നിന്നും ബ്ലൈൻഡ് ബൈ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് അജ്മലിൽ നിന്ന് ഇല്ല. കാരണം എനിക്കൊരു 50-50 ആണ് തോന്നുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പെർഫ്യൂംസ് ഉണ്ട്, ഒട്ടും ഇഷ്ടപ്പെടാത്ത പെർഫ്യൂംസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ്ഡ് ഇമോഷൻസ്, മിക്സ്ഡ് ഫീലിങ്സ് ഒക്കെയാണ് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് എനിക്കുള്ളത്. ഇനി വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഈ അജ്മൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പെർഫ്യൂംസും ഉണ്ട്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ മാനുഫാക്ചർ ചെയ്യുന്ന പെർഫ്യൂംസും ഉണ്ട്. അപ്പം ഈ മിഡിൽ ഈസ്റ്റിൽ മാനുഫാക്ചർ ചെയ്യുന്ന പെർഫ്യൂംസിന് ക്വാളിറ്റിയിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പെർഫ്യൂംസിനെ വെച്ച് നോക്കുമ്പോൾ. അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ മണിയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തൊക്കെ വാങ്ങിക്കുമ്പോൾ പ്രൈസ് ഈക്വൽ ആയിരിക്കും. പക്ഷേ എന്നാലും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുന്ന പെർഫ്യൂംസിന് വേറൊരു ക്വാളിറ്റി, ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന പെർഫ്യൂംസിന് വേറൊരു ക്വാളിറ്റി എന്നൊക്കെ ഉള്ളത് ഒരു ആസ് എ കസ്റ്റമർ അത്ര എനിക്ക് എന്തോ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് ഈ 7 പെർഫ്യൂംസിനെ റേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് ടു മൈ മോസ്റ്റ് ഫേവറേറ്റ് അങ്ങനെയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് നമ്പർ 7 എന്ന് പറയുന്നത് അജ്മലിൻ്റെ വയല എന്ന് പറയുന്ന പെർഫ്യൂമാണ്. അപ്പം ഈ ഒരു ലിസ്റ്റിൽ മെൻസ് ഫ്രേഗ്രൻസസും ഫീമെയിൽ ഫ്രേഗ്രൻസസും ഉണ്ട്. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വയല എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഫ്രേഗ്രൻസ് ആയിട്ടാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പെർഫ്യൂം ഞാൻ ആക്ച്വലി ഇതിൻ്റെ നോട്ട്സ് നോക്കിയിട്ടോ അങ്ങനെയൊന്നും വാങ്ങിച്ചതല്ല കേട്ടോ. ഞാനിതിൻ്റെ ബോട്ടിൽ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി വാങ്ങിച്ചതാണ്. പക്ഷെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് ഈ പെർഫ്യൂം ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിൽ ബ്ലാക്ക് കറണ്ട് ഒരു നോട്ടാണ് കേട്ടോ. എനിക്ക് ആ ബ്ലാക്ക് കറണ്ടിൻ്റെ സ്മെല്ല് ഇത് ജസ്റ്റ് ഒന്ന് സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നൊരു സ്മെല്ലാണ് ഇതിനകത്തുനിന്ന്. ഈ ഒരു പെർഫ്യൂമിനെ പറ്റി പറയുമ്പോണ്ടല്ലോ, നമ്മൾ പറയത്തില്ലേ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നല്ല കഥയായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു, പക്ഷെ സംവിധാനം കൊണ്ട് തൊലച്ചു കളഞ്ഞു എന്ന്. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂമിനെ പറ്റി തോന്നുന്നത്. നല്ല കോൺസെപ്റ്റ് ആയിരുന്നു, നല്ല ഇൻഗ്രീഡിയൻസ് ആയിരുന്നു, പക്ഷെ മൊത്തത്തിൽ അത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് വന്നപ്പം നല്ല വേസ്റ്റായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി ഈ ഒരു പെർഫ്യൂം ഏതിൻ്റെ ക്ലോണാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോട്ട്സ് ഒക്കെ രസമുണ്ട്, പക്ഷെ എന്തോ ഒരു കുഴപ്പം, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നുള്ള ഫീലായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാനിങ്ങനെ അർമാഫിൻ്റെ ഇറ്റാലിയാനോ വിവോ എന്ന് പറയുന്നൊരു പെർഫ്യൂം ട്രൈ ചെയ്തു. ആ പെർഫ്യൂം ലക്കോസ്റ്റിൻ്റെ മാഗ്നിഫിസൻ്റ് എന്ന് പറയുന്ന പെർഫ്യൂമിൻ്റെ ക്ലോണാണ്. ഈ പെർഫ്യൂമും അർമാഫിൻ്റെ ഇറ്റാലിയാനോ വിവോയും തമ്മിൽ നല്ലൊരു സിമിലാരിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു പെർഫ്യൂം ഇപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്ത പെർഫ്യൂമാണ്, ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പെർഫ്യൂം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ ഈ ഒരു പെർഫ്യൂം ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പ്രൈസ് വരുന്നത് 2000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിന് 1000 രൂപയിൽ താഴെ എന്തായിരുന്നു. ഞാനൊരു 2-3 വർഷം മുമ്പാണ് വാങ്ങിച്ചത്. അപ്പോൾ 1000 രൂപ ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 2000 രൂപയ്ക്ക് ഒട്ടുമേ ഇല്ലാത്ത, ഒട്ടും വേർതല്ലാത്ത ഒരു പെർഫ്യൂമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ പെർഫ്യൂം വാങ്ങിച്ച് കാശ് കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു മെൻസ് പെർഫ്യൂമാണ്. ഈ ഒരു പെർഫ്യൂമിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് അജ്മലിൻ്റെ ഏൺ എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇപ്പോൾ ഈ ഒരു ബ്ലൂ കളർ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ടിപ്പിക്കൽ മെൻസ് ബ്ലൂ കളർ ബോട്ടിൽ പെർഫ്യൂം ആയിരിക്കുന്നു. ഇതിന് ആക്ച്വലി പറയുകയാണെങ്കിൽ ഫ്രേഗ്രൻസ് ഓക്കെ ഫ്രേഗ്രൻസ് ആണ്. പക്ഷെ അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് നമുക്കൊരു വാവ് ഫാക്ടർ തോന്നുന്ന ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്പർ 7 പക്ഷെ നിങ്ങൾക്കൊരു എവറിഡേ യൂസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ ഈ പെർഫ്യൂം ഓക്കെയാണ്.
ഇതിനകത്ത് ഇതിനകത്തൊരു പെപ്പർ സ്മെല്ലുണ്ട് ഇത് ഓപ്പണിങ്ങിൽ. പിന്നെ ഇതിനകത്തൊരു അറോമാറ്റിക് ഫീലും ഉണ്ട്. അങ്ങനെയുള്ള ഒരു നോർമൽ എവറിഡേ പെർഫ്യൂം ആക്കി യൂസ് ചെയ്യാൻ അങ്ങനെ ഒരു ഫ്രേഗ്രൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് 3 to 4 hours അങ്ങനെ ഒരു പോയിന്റിൽ മാത്രമേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 ml 1500 രൂപയാണ്. അത് ഓഫറിലൊക്കെ വരുവാണ്, ഒരു ഹാഫ് പ്രൈസിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇതിൻ്റെ 1500 രൂപയ്ക്ക് ഇത് വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് അല്ല എന്നാണ് അഭിപ്രായം. ഇനി നെക്സ്റ്റ് വൺ, എൻ്റെ കയ്യിൽ ആക്ച്വലി ബോട്ടിലില്ല. ബോട്ടിൽ ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇച്ചായൻ്റെ കാറിൽ എവിടെയാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ കവർ മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ഇത് അജ്മലിൻ്റെ ബാസ്റ്റിയൻ എന്ന് പറയുന്ന പെർഫ്യൂമാണ്, അങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ബാസ്റ്റിയൻ എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇതും ഒരു 1500 റുപ്പീസ് വരുന്ന ഫ്രേഗ്രൻസ് ആണ്. ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരു സിട്രസി ഓപ്പണിംഗ് ആണ്. ഇപ്പം ഏണിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ രസമുള്ളൊരു ഫ്രേഗ്രൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു സിട്രസി പെർഫ്യൂം ലവർ അല്ല, പക്ഷേ എന്നാൽ പോലും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ബാസ്റ്റിനാണ് ഏണിനേക്കാൾ മച്ച് ബെറ്റർ ആയിട്ടുള്ളത്. ഒരു സിട്രസി ഓപ്പണിംഗ് ഉണ്ട്. ഇത് ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു വുഡി ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് അങ്ങനെയാണ് വരുന്നത്. ഇതും പക്ഷേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് 3 to 4 hours ആ ഒരു പോയിന്റിൽ മാത്രമേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഓഫറിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിട്രസ് വുഡി പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. നമ്മുടെ ഏതാണ് ഷനേലിൻ്റെ ഒരു പെർഫ്യൂം ഉണ്ടല്ലോ, അല്യൂ റോം സ്പോട്ട്, അങ്ങനെയൊക്കെയുള്ള പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് അജ്മലിൻ്റെ ബാസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പെർഫ്യൂം നമ്പർ 4 എന്ന് പറയുന്നത് എൻ്റെ കയ്യിലൊരു സാമ്പിൾ മാത്രമേ ഉള്ളൂ. ഇത് അസെൻറ്റ് എന്ന് പറയുന്ന ഫ്രേഗ്രൻസ് ആണ്. എനിക്കൊന്നും ഈ ഏണിൻ്റെ ഒക്കെ അതേ റേഞ്ചിൽ വരുന്നൊരു ഫ്രേഗ്രൻസ് ആണ് അസെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആയിട്ടാണ് അജ്മൽ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഏണുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇത് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. ഇതിനകത്തൊരു ഫ്രൂട്ടി ഓപ്പണിംഗ്, നമ്മുടെ ആപ്പിളിൻ്റെയും ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയും അങ്ങനത്തെയൊക്കെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ഫ്ലോറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരും, ഒരു വുഡി ബേസിലേക്ക് ട്രാൻസിഷൻ ചെയ്യും. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നോക്കുമ്പോൾ ഒരു രസമുള്ള ഒരു ഫ്രേഗ്രൻസ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു ഫ്രേഗ്രൻസ്. പക്ഷേ ഇതിനും ആ ഒരു സെയിം പ്രോബ്ലം ഉണ്ട്. ഇതും ഒരു 3 to ഞാനിത് കഷ്ടപ്പെട്ട് ഓപ്പൺ ചെയ്യാനാണ് കേട്ടോ നോക്കുന്നത്. ഇത് സ്പ്രേ ചെയ്യുന്നതല്ല, ഇത് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇത് 3 to 4 hours മാത്രമേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂമും ഒരു ഹാഫ് പ്രൈസിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. യൂണിസെക്സ് ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനും വൈഫിനും അല്ലെങ്കിൽ പാർട്ട്നേഴ്സൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഇപ്പം ഒരു ഇത്തിരി മാസ്കുലിൻ ലീനിങ് ആയിട്ടുള്ള ഒരു യൂണിസെക്സ് ഫ്രേഗ്രൻസ് അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂമിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി 3 പെർഫ്യൂംസ് മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. നമ്പർ 3 എന്ന് പറയുന്നത് റെജീന ആണ്. ഇതൊരു ഫീമെയിൽ ഫ്രേഗ്രൻസ് ആണ്. ഈ ഒരു പെർഫ്യൂം ഇത് വാങ്ങിച്ചപ്പോഴും ഇതിനെക്കുറിച്ച് ഞാൻ 1-2 റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റിവ്യൂ ഒക്കെ കണ്ടപ്പം ഒരു രസം തോന്നി. ഇപ്പോൾ ബോട്ടിൽ കണ്ടപ്പോഴും കുറച്ച് ക്യൂട്ടായിട്ടൊക്കെ തോന്നി. അപ്പോൾ ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെർഫ്യൂംസ് എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ നോട്ട്സ്, ഇതിന് എന്ത് തരത്തിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആണെന്നൊന്നും എനിക്കൊരു പിടിയുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഓപ്പൺ ചെയ്ത് ഇത് ഫസ്റ്റ് സ്പ്രേ ചെയ്തപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് കത്തിയത് ഇത് നമ്മുടെ അർമാനി സി അല്ലെങ്കിൽ സി ഇൻറ്റൻസ് എന്നൊക്കെ പറയുന്ന ആ ഫ്രേഗ്രൻസസ് ഉണ്ടല്ലോ. അപ്പോൾ അർമാനി പെർഫ്യൂംസ് ഇഷ്ടമുള്ളവർ സി ഇൻറ്റൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഒരു ക്ലോൺ ഒരു 70-75% അതിനോടൊക്കെ സിമിലാരിറ്റി ഉള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് റെജീന എന്ന് പറയുന്നത്. ഈ ഫ്രേഗ്രൻസ് ആക്ച്വലി കുറച്ച് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആയിട്ടോ. കാരണം എനിക്കിതൊരു ഫുൾ ഡേ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇത് ലാസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി ഈ ഒരു പെർഫ്യൂമിൽ കുറച്ചൊരു വൈനിൻ്റെ പോലത്തെ സ്മെൽ, കുറച്ചൊരു ഷാംപെയിൻ്റെ പോലത്തെ സ്മെൽ, കുറച്ചൊരു സ്പാർക്ലി ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ്. അപ്പോൾ സ്വീറ്റ് പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ് അജ്മലിൻ്റെ റെജീന എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനിത് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഇതിൻ്റെ പ്രൈസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്ക് 1-2 കോംപ്ലിമെൻറ്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്രേഗ്രൻസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം അർമാനി സി എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ്സ് ഉറപ്പായിട്ടും കിട്ടുന്ന അങ്ങനത്തെ ഒരു DNA ആണ് കേട്ടോ.
അപ്പോൾ ആ ഒരു പെർഫ്യൂമിൻ്റെ ക്ലോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനും ആ ഒരു കോംപ്ലിമെൻറ്റ് ഫാക്ടറൊക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ, സ്വീറ്റ് ഫ്രേഗ്രൻസസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫ്രേഗ്രൻസ് ട്രൈ ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തത് നമ്മുടെ നമ്പർ 2 ആണ്. നമ്പർ 2 എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഫ്രേഗ്രൻസ് ആണ്. ഇത് അജ്മലിൻ്റെ ബോംബെ ഡ്രീംസ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രൈസാണ്. 100 ml ബോട്ടിലിന് 799 രൂപയാണ് ഉള്ളത്. അപ്പം അതും പല തവണയും ഇങ്ങനെ ഹാഫ് പ്രൈസിൽ അല്ലെങ്കിൽ 500 രൂപയ്ക്കൊക്കെ ഈ പെർഫ്യൂം ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു പെർഫ്യൂമാണിത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ക്വാളിറ്റിയുള്ള നല്ല ഒരു എലഗൻസ് ഉള്ള ഫ്രേഗ്രൻസ് ആണ് അജ്മലിൻ്റെ ബോംബെ ഡ്രീംസ്. കാരണം ചില സമയത്ത് നമ്മൾ ഈ വില കുറഞ്ഞ പെർഫ്യൂംസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലോ ക്വാളിറ്റി ചീപ്പ് ഫ്രേഗ്രൻസ് ആയിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു പെർഫ്യൂം ഇതിൻ്റെ പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അതിനേക്കാളും ഒക്കെ ഒത്തിരി വാല്യൂ ഉള്ള ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചീപ്നെസ്സും എനിക്ക് ഈ ഒരു ഫ്രേഗ്രൻസിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത് ചിലപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. കാരണം സ്വീറ്റ് ഫ്രേഗ്രൻസസ് മാത്രം ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഫ്രേഗ്രൻസസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെടണം എന്നില്ല. ഇത് കുറച്ചും കൂടി ഒരു ക്ലാസി, എലഗൻ, മൈൽഡ് അങ്ങനെയൊക്കെയുള്ളൊരു ടൈപ്പ് ഫ്രേഗ്രൻസ് ആണ്. പിന്നെ ഇതിൽ യെല്ലോ മെലൺ ഉണ്ട്. അത് ഇതിൽ ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഇലാങ് അങ്ങനെ കുറേ യെല്ലോ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യെല്ലോ കളറിലുള്ള ബോട്ടിലും. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഇതിലും എനിക്ക് ആക്ച്വലി കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓഫീസിലൊക്കെ എൻ്റെ കൊളീഗ്സ് പലരും എൻ്റെ അടുത്ത് ഈ ഒരു ഫ്രേഗ്രൻസ് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഷനേൽ, കോക്കോ മാഡമസേലൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു ടൈപ്പ്, ഞാൻ ഫ്രേഗ്രൻസ് സിമിലർ ആണെന്നല്ല പറയുന്നത്, ആ ഒരു ഫ്രേഗ്രൻസ് ഉണ്ടല്ലോ, കുറച്ചൊരു എലഗൻസ് ഉള്ള, കുറച്ചൊരു ഓഫീസ് യൂസിനും എല്ലാ ഒക്കേഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേഗ്രൻസ്, അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ബോംബെ ഡ്രീംസ് എന്ന് പറയുന്നത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ഇനി നമ്പർ 1 നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ അറിയാൻ പറ്റും. ഞാൻ പലവട്ടം പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. ഇത് അജ്മലിൻ്റെ സിൽവർ ഷെയ്ഡ് എന്ന് പറയുന്ന ഫ്രേഗ്രൻസ് ആണ്. ഞാൻ നന്നായി ഉപയോഗിച്ച് ഓൾമോസ്റ്റ് 3/4 ബോട്ടിലാക്കിയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണിത്. ഇത് ഒരു യൂണിസെക്സ് ഫ്രേഗ്രൻസ് ആണ്. നമ്മുടെ ക്രീഡിൻ്റെ സിൽവർ മൗണ്ടൻ വാട്ടർ എന്ന് പറയുന്ന പെർഫ്യൂമിൻ്റെ ക്ലോൺ ആണ് ഈ ഒരു പെർഫ്യൂം. ഇപ്പം സിൽവർ മൗണ്ടൻ വാട്ടറുമായിട്ടുള്ള ബന്ധം നോക്കുവാണെങ്കിൽ ആക്ച്വലി ഞാൻ അതും വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് സിൽവർ മൗണ്ടൻ വാട്ടറിനേക്കാളും മച്ച് ബെറ്റർ, മച്ച് വാല്യൂ ഫോർ മണി എന്ന് തോന്നുന്നത് സിൽവർ ഷെയ്ഡാണ്. സിൽവർ മൗണ്ടൻ വാട്ടറിൻ്റെ ഒരു ആംപ്ലിഫൈഡ് വേർഷൻ, കുറച്ചും കൂടെ നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു വേർഷൻ, അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ പറ്റി തോന്നുന്നത്. ഇത് പക്ഷേ ഉണ്ടല്ലോ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ്. നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കുള്ള ആ ഒരു ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്മെൽ ഉണ്ടല്ലോ, ഒരു ഷവജൽ കൈൻഡ് ഓഫ് സ്മെൽ. ഇത് അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ്. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാനും യൂസ് ചെയ്യുന്നൊരു ഫ്രേഗ്രൻസ് ആണ്, ഇച്ചാനും യൂസ് ചെയ്യാറുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രേഗ്രൻസ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. പക്ഷേ എന്നാൽ പോലും ഇത് ഫുൾ പ്രൈസിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫറുകളിൽ വരുമ്പോഴാണെങ്കിൽ ലോട്ടറി അടിച്ച പോലെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാവുന്ന ഒരു ഫ്രേഗ്രൻസാണ്. പല വീഡിയോകളിൽ ഞാനിത് ഭയങ്കര നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ഈ ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. പലരും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പെർഫ്യൂം ഞാൻ ഇങ്ങനെ വാതോരാതെ പറയുന്നത് കേട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഭയങ്കരമായി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിൽ പലരും കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമും കൂടിയാണ്. അപ്പോൾ ഇതാണ് അജ്മലിൻ്റെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള 7 പെർഫ്യൂംസ്. എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അജ്മലിൻ്റെ പെർഫ്യൂംസ് ഏതൊക്കെയാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എനിക്ക് അജ്മലിൻ്റെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള 1-2 പെർഫ്യൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വിസാൽ ദഹാബ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം ഉണ്ടല്ലോ, അതുപോലെ തന്നെ വിസാൽ ആ ഒരു ഗോൾഡൻ കളറിലും ഒരു സിൽവർ കളറിലുള്ള പെർഫ്യൂം ബോട്ടിൽസ്, ഈ 2 പെർഫ്യൂംസും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എന്നാലും ഈ ഗോൾഡൻ കളറിലുള്ള ബോട്ടിലിനെ പറ്റി ഒത്തിരി ഹൈപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ ബ്ലൈൻഡ് ബൈ ചെയ്യാനുള്ളൊരു ധൈര്യമില്ല. കാരണം അജ്മൽ എനിക്ക് 50-50 ആണ്. അപ്പം ഇഷ്ടം വന്നില്ലെങ്കിൽ, കാരണം അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. 3500-4000 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ട്രൈ ചെയ്യാതെ വാങ്ങിക്കണം എന്നെനിക്കൊരു
ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കാതിരിക്കുന്നത്. എപ്പോഴെങ്കിലും എനിക്ക് ട്രൈ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നൊരു പെർഫ്യൂമാണത്. എനിക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മലയാളത്തിലെ റിയാസിൻ്റെ കയ്യിൽ ഈ പെർഫ്യൂമിൻ്റെ ഒരു സാമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് റിയാസിൻ്റെ അടുത്ത് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും റിയാസ് എനിക്ക് പെർഫ്യൂംസ് അയച്ചു തരുന്നതൊക്കെ സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാമ്പിൾ അതിനകത്ത് വെച്ചിട്ടുണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിയാസെ ആ പെർഫ്യൂം സാമ്പിൾ ഉപയോഗിച്ച് തീർക്കരുത്, എനിക്ക് ആ സാമ്പിൾ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഫോർ നൗ.